Hi friends, welcome to Charlie's Kitchen. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്ക് ആയിട്ടാണ്. ബാക്കി വന്ന ചോറ് കൊണ്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഭയങ്കര ഈസിയാണ്, അത് നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ഷാലീസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യണം. അപ്പോൾ ആദ്യം വേണ്ടത് തീർച്ചയായും ചോറാണ്. ഇതിപ്പോൾ ഞാൻ മട്ട അരിയുടെ റൈസാണ് കേട്ടോ. ഞാനിപ്പോൾ ഓൾമോസ്റ്റ് 1 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഇനി വേണ്ടത് നമുക്ക് ഉള്ളിയാണ്. ഉള്ളി ഒരു പകുതി, ഇത് വലിയ ഉള്ളിയാണ്, അപ്പോൾ ഞാനൊരു പകുതി ഒണിയനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ചെറുതാക്കി കട്ട് ചെയ്യാം, നീളത്തിൽ കട്ട് ചെയ്യണേ. നീളത്തിൽ എത്ര തിന്നാക്കാൻ പറ്റുന്നോ അതനുസരിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കും. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ഇത്രയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ആൻഡ് ഇനി ഇതിലേക്ക് ചെറിയ പീസ് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്യാം കേട്ടോ. ചെറുതാക്കി കട്ട് ചെയ്യണേ, അല്ലെങ്കിൽ നമ്മളിത് ഉണ്ടാക്കുമ്പോൾ ഇത് കടിക്കും. ചെറിയ പീസ് ആകുമ്പോൾ അത്ര സ്പൈസ് അറിയത്തില്ല. അപ്പോൾ ഇത് നല്ല സ്പൈസ് ഉള്ളതുകൊണ്ട് ഞാൻ ഒരു പച്ചമുളക് ഇടുന്നുള്ളൂ. അത് ഇതിലേക്കാണ്. ഓക്കെ, ഇനി നമുക്ക് നമ്മളുടെ മിക്സിയുടെ ജാർ എടുത്തിട്ട് ഇതിലേക്ക് ഇടാം. ഓക്കെ, എന്നിട്ട് ഇതിലേക്ക് ഞാൻ ജസ്റ്റ് 1 സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഇത് അടിച്ചെടുക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിക്കുക. ഒരുപാട് ഒഴിക്കരുത് കേട്ടോ, ജസ്റ്റ് അടിച്ചെടുക്കാൻ പാകത്തിന് മാത്രമേ ഇടാൻ പാടുള്ളൂ. അപ്പം ഞാൻ 1 സ്പൂൺ വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് അരച്ചെടുത്തിട്ട് വരാം. ഓക്കെ, സോ ഞാനിത് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ കൺസിസ്റ്റൻസിയാണ് കേട്ടോ വേണ്ടത് നമുക്ക്. ഇനി ഇത് നമുക്ക് നമ്മുടെ ഉള്ളിയും പച്ചമുളക് ഇട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ റവ, പിന്നെ കുറച്ച് ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കറി ലീവ്സ്. ഓക്കെ, കറി ലീവ്സ് ജസ്റ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. കറി ലീവ്സ് ഇട്ടിട്ട് ഇത് ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. ഞാൻ 3-4 കറി ലീവ്സ് ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് ഒരു പോപ്പ് ഓഫ് കളറും കിട്ടും, പിന്നെ ടേസ്റ്റും ഉണ്ട്. ഓക്കെ, ആൻഡ് ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഓക്കെ ഇട്ട് കൊടുക്കാം. നമ്മൾ മുളക് ഇട്ടിട്ടുണ്ട്, അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ. ഓക്കെ, പിന്നെ ആവശ്യത്തിന് ഉപ്പും. എന്നിട്ട് ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഓക്കെ, കൈകൊണ്ട് മിക്സ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കൈകൊണ്ട് മിക്സ് ചെയ്യുക, അല്ലെങ്കിൽ സ്പൂൺ കൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. ഞാനിതെല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇതിപ്പോൾ എനിക്ക് കറക്റ്റായിട്ടാണ് കിട്ടിയത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ഈ മാവ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അരിപ്പൊടി വേണമെങ്കിൽ ഇട്ടിട്ട് ആഡ് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. ഇതുപോലെ ഇരിക്കണം കേട്ടോ കിട്ടാനായിട്ട്. നമുക്ക് എനിക്കിങ്ങനെ നമ്മൾ കുറച്ച് എടുത്തിട്ട് ഇങ്ങനെ കയ്യിൽ പിടിക്കുമ്പോൾ നമുക്ക് കയ്യിൽ കിട്ടണം. ഓക്കെ, സോ അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ എനിക്ക് കറക്റ്റാണ്. പാൻ ഓൺ ചെയ്യുക, എന്നിട്ട് അത് ചൂടാകുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, ഇത് ചൂടാവട്ടെ. ഇവിടെ ചൂടായിട്ടുണ്ട്. അപ്പം നമ്മളൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിലൊന്ന് കൈ മുക്കിയിട്ട് ഇതിൽ നിന്ന് ജസ്റ്റ് കുറച്ച് എടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പിടിക്കുക, ഒന്ന് ഷേപ്പ് ചെയ്യുക. ഓക്കെ, ഒരു റഫ് ഷേപ്പ് കൊടുത്താൽ മതി. ഇട്ട് കൊടുക്കുക.
ഞാനിപ്പോൾ 4 വട ഇട്ടിട്ടുണ്ട്. ഇനി ഇത് ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആവട്ടെ കേട്ടോ. നമ്മളിപ്പോൾ ഇതുപോലെ കുറച്ച് ചോറൊക്കെ ബാക്കി നമ്മൾ ഇതുപോലെ സ്നാക്ക് ഉണ്ടാക്കുന്നത് നല്ലതാണ് കേട്ടോ. ഒത്തിരി ചോറൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എടുത്ത് വെക്കും. പക്ഷെ കുറച്ച് ചോറ് നമ്മൾ യൂഷ്വലി കളയാണ് ചെയ്യുക. അപ്പോൾ ഇനി അത് കളയണ്ട. ഇതുപോലെ സ്നാക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതൊരു സൈഡ് ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കത് മറിച്ചിടാം. നമുക്ക് നല്ലൊരു റെഡിഷ് കളർ വന്നിട്ടുണ്ട്. സോ ഇത് ഫ്രൈ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് എടുത്തിട്ടുണ്ട്. നോക്കൂ, ഞാൻ ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് എടുത്ത് കാണിച്ചു തരാം കേട്ടോ. എല്ലാം എടുക്കുക. സോ ഞാൻ ബാക്കിയുള്ള ഇതും സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല ഈസിയല്ല, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ഞാൻ വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ് ഷാലീസ് കിച്ചൺ. ബൈ.